പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ വാക്കുകളാണ് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ വരുന്നത്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി SDPI പിന്തുണയാണ് അവിടെ UDF ജയിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ കെ സുരേന്ദ്രനും അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഷാബു പ്രസാദ് വിശദീകരിക്കുന്നത് ഈ സംഘടിത ന്യൂനപക്ഷ സംഘടനകളെയും സമുദായ നേതാക്കളെയും പ്രീണിപ്പിക്കാൻ ഈ ഇരുമുന്നണികളും ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം അതേക്കുറിച്ച്. പക്ഷേ ഈ SDPI ജമാഅത്തെ ഇസ്ലാമി എന്ന രണ്ട് ഫാക്ടറിലേക്ക് ബി.ജെ.പിയും CPM ചുരുങ്ങാനുള്ള രാഷ്ട്രീയ കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇത് ഈ പ്രശ്നത്തിൽ മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ബി.ജെ.പിയും CPIM-ഉം കേരള CPIM-ഉം ഒരേ ഭാഷയിൽ, ഒരേ ശൈലിയിൽ, ഒരേ ഉള്ളടക്കമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് CPIM, കേരള CPIM ഒരു മതനിരപേക്ഷ പാർട്ടിയേ അല്ല, അത് ഒരു ഭൂരിപക്ഷ വർഗീയ പാർട്ടിയാണ്. അത് കേരളത്തിലെ സംഘ് പരിവാറിന്റെ B ടീമായിട്ടുള്ള, അവർക്ക് തൃശ്ശൂരിൽ ജയിക്കാൻ ആവശ്യമായ ഫെസിലിറ്റേഷൻ. ഒരു നിമിഷം ടീം ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചിട്ട്, CPM പോലൊരു പാർട്ടിയെ ഒരു ഭൂരിപക്ഷ വർഗീയ പാർട്ടി എന്ന ആക്ഷേപിക്കുന്ന ഒരു കടന്ന കൈയല്ലേ? അജിംസെ, ഞങ്ങളുടെ നിലപാടാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നിലപാട് പറയാനാണല്ലോ. CPIM, കേരള CPIM ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് ഒരു ഭൂരിപക്ഷ വർഗീയ സംഘടനയാണ്. BJP-യുടെ ഒരു സംഘടനയാണ്. CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് കുറെ അധികം പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇവർ ഒരു ഭൂരിപക്ഷ വർഗീയ സംഘടനയാണ് എന്ന് നിങ്ങൾ കടന്ന് ആക്ഷേപിക്കുന്നത് എന്ന് മുതലാണ്? അത് ഞങ്ങളെക്കുറിച്ച് CPM പ്രതിനിധി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പണ്ടത്തെ ജമാഅത്തെ ഇസ്ലാമി, ഞങ്ങളെ കൂടെയുള്ള ജമാഅത്തെ ഇസ്ലാമി നല്ല ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു. ഇപ്പം ഞങ്ങളെ വിട്ടപ്പോഴാണ് ഇവർ പെശകായത്. ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാ കാലത്തും അതിനൊരു ഭരണഘടനയുണ്ട്, അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് എക്കാലത്തും അതിൽ ഭേദഗതികളൊക്കെ വരുന്നിട്ടുണ്ട്. അങ്ങനെ ഭേദഗതി വന്നതിനാണ് മുഖവിലക്ക് എടുക്കുന്നതെങ്കിൽ അവരെ കോൺഗ്രസിൻ്റെ ഏതൊരു UDF സഹയാത്രയിൽ നിന്ന് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞതുപോലെ അന്നുള്ളതിനേക്കാൾ കുറെ കൂടി ജനാധിപത്യപരമായ ഉദാരമായ ഭരണഘടനയാണ് ആ ഒരു ആംഗിളിൽ ആലോചിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. അതിനേക്കാൾ കുറെ കൂടി ശക്തിയുള്ള ഒരു ഇസ്ലാമിക സാമൂഹികതയുടെയൊക്കെ സങ്കല്പങ്ങളുള്ള ഭരണഘടനയാണ് CPM-നെ പിന്തുണക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൻ്റെ പ്രഖ്യാപിതമായ ആദർശങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. അങ്ങനെയല്ല CPM, പഴയ CPM അല്ല ഇത് എന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒടുവിലുണ്ടായ നിരവധി സംഭവങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, കേരളവുമായി ബന്ധപ്പെട്ട് ദേശീയ BJP നേതൃത്വം ഉന്നയിച്ച മിക്കവാറും ആരോപണങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊന്നും അത് പ്രൊഡ്യൂസ്ഡ് ബൈ BJP അല്ല, മറിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ BJP ആണ്. അത് പ്രൊഡ്യൂസ്ഡ് ബൈ കേരള CPM ആണ്. കേരളത്തിലെ CAA സമരത്തിൽ തീവ്രവാദ നുഴഞ്ഞുകയറ്റം നടന്നു എന്ന് പറഞ്ഞത് ഇവിടുത്തെ BJP അല്ല, കേന്ദ്ര BJP അല്ല, കേരളത്തിലെ CPM ആണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതിലൊരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. ADGPയുടെ കാര്യം നമുക്കറിയാം. ഇങ്ങനെ ഈ പാലക്കാട് ഇലക്ഷൻ എന്താണ് അജിംസെ സംഭവിച്ചത്? ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് SDPയുടെ കാര്യം ഏറ്റെടുക്കാൻ ഞാൻ ആളല്ല, എങ്കിലും ആരുടെയെങ്കിലും ഒക്കെ പിന്തുണയോടുകൂടി BJP പരാജയപ്പെട്ടാൽ അതിൽ CPM-ന് എന്താണ് പ്രശ്നം? മുഖ്യമന്ത്രിക്ക് എന്താണ് പ്രശ്നം? CPM BJP പരാജയപ്പെടുമ്പോഴേക്ക് പൊള്ളുന്നൊരു കൂട്ടരായിട്ട് എങ്ങനെയാണ് കേരളത്തിൽ CPM മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യം. അതുകൊണ്ട് CPM-ൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. CPM എന്ന് പറയുന്നത് കേരളത്തിൽ ക്രമേണ BJP-ക്ക് അരങ്ങൊരുക്കി കൊടുത്തിട്ട് രംഗമൊഴിയാൻ തീരുമാനിച്ച ഭൂരിപക്ഷ വർഗീയ പാർട്ടിയും BJP-യുടെ B ടീമും, അതേപോലെ തന്നെ അവർക്ക് ഫെസിലിറ്റേഷൻ. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സമീപകാല ഉദാഹരണമുണ്ട്. ബിജു ജനതാദൾ എന്നൊരു പാർട്ടി നമുക്ക് ഒറീസയിൽ പരിചയമുണ്ട്, സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു പാർട്ടി. അതവിടെ കനത്ത തിരിച്ചടി, നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടു, അവിടെ BJP അധികാരം പിടിച്ചു. BJP അവിടുത്തെ ഒരു പ്രധാന കക്ഷിയായിരുന്നില്ല. BDG അവിടുത്തെ ബിജു ജനതാദളിനെ തന്നെ ഒരു ട്രോജൻ കുതിരയായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളുടെ നടത്തിപ്പുകാരായിട്ട് അവരൊരു ഫെസിലിറ്റേറ്ററാക്കി വർക്ക് ചെയ്തിട്ടാണ് ഒറീസ BJP പിടിക്കുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലെ BJP-യുടെയും പദ്ധതി എന്ന് പറയുന്നത്. CPM-നെ ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമി വക്താവോ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവോ CPM RSSന്റെ B ടീമാവുന്നു, BJP-യുടെ B ടീമാവുന്നു എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഭൂരിപക്ഷ വർഗീയ പാർട്ടിയാണ് എന്ന് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. എൻ്റെ ചോദ്യം, ഈ CPM-ൽ തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ അംഗങ്ങളായി
പ്രവർത്തകരായിട്ടുള്ളതാണ്. അവരോട് കൂടിയാണ് അതിന് ഞങ്ങൾ അതിന് പറയുന്നത്. അങ്ങനെ മുദ്ര ഇവിടെ കുത്തേണ്ടതുണ്ടോ? എങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പാലക്കാട് ഇലക്ഷൻ ക്യാമ്പയിനിൽ RSSനെ കുറിച്ച് അദാനി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ അദാനി സംഭവം ഉണ്ടായിട്ട് എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പാരമ്പര്യം എന്താ നമുക്കറിയാമല്ലോ ഈ വിഷയങ്ങളിലൊക്കെ. മുതലാളിത്തത്തോട്, മുതലാളിമാരോട് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? SDPI, ജമാഅത്തെ ഇസ്ലാമി, ഇതിൽ വല്ല കഥയുള്ളത് കൊണ്ടല്ല. ഇവർക്ക് ഇനി SDPIയോ ജമാഅത്തെ ഇസ്ലാമിയോ ഇല്ലെങ്കിൽ അവർ മുസ്ലിം ലീഗിനെ പറയും. അവർ മുസ്ലിം ലീഗിനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി മത്സരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ്. രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെയാണ്. ഏത് മുസ്ലിം സംഘടനയെയാണ്, അത് മതസംഘടനകളാകട്ടെ രാഷ്ട്രീയ സംഘടനകളാകട്ടെ, അവരുടെ കൂടെ നിന്നിട്ടുള്ള PDP, INL പോലുള്ള പാർട്ടികളാവട്ടെ, ഏത് സംഘടനയുടെ പേരിലാണ് ഇവർ വർഗീയത ആരോപിക്കാത്തത്, ഇവർ തീവ്രവാദം ആരോപിക്കാത്തത്? അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. CPM എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷ വർഗീയ പ്രസ്ഥാനമാണ്. RSSന് ഫെസിലിറ്റേഷൻ നടത്തുന്ന അവരുടെ B ടീമാണ്. ഇത് കേരളത്തിലെ മതേതര സമൂഹവും മതനിരപേക്ഷ സമൂഹവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇക്കണ്ട എല്ലാ കുപ്രചരണങ്ങളും പാലക്കാട്ട് ഇവർ നടത്തിയിട്ട് അതിനെ മതനിരപേക്ഷ സമൂഹവും മതന്യൂനപക്ഷങ്ങളും തള്ളിക്കളഞ്ഞിട്ടാണ് അവിടെ UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ഇത് ഞങ്ങൾ ഈ പറയുന്ന യാഥാർത്ഥ്യം കേരളീയ സമൂഹം മനസ്സിലാക്കിയതിന്റെ വിജയം കൂടിയാണ്, തെളിവ് കൂടിയാണ് പാലക്കാട് ഇലക്ഷൻ എന്ന് പറയുന്നത്.